നല്ല പച്ച മാങ്ങയല്ല, ഇത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ. മാങ്ങ വന്ന വഴി ഇപ്പൊ മനസ്സിലായോ? തലേന്നത്തെ മഴയിലും കാറ്റത്തും എല്ലാം വീണതാണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേനും മുറ്റം നിറച്ചിങ്ങനെ മാങ്ങയായിരിക്കും. നടന്ന് നടന്ന് ഇങ്ങനെ എല്ലായിടത്തും വീണത് എടുക്കാനായിട്ട് എന്ത് രസമാണ്. ചിലതൊക്കെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. നല്ല പച്ച മാങ്ങയുടെ മണം. മൂക്കിലോട്ട് ഈ മണം അടിച്ചു കയറിയപ്പോഴേ വിചാരിച്ചു തേങ്ങ അരച്ച് മാങ്ങയിട്ട് എന്നെ മീൻകറി വെക്കാം. നേരെ വെളുക്കുമ്പോൾ മുറ്റം മൊത്തം ഇതുപോലെ മാങ്ങയാണ്. ഒരു പാത്രമായിട്ടാണ് ഞാൻ രാവിലെ ആയപ്പോൾ തന്നെ ഇറങ്ങിയേക്കുന്നത്. എല്ലാം നല്ല കണ്ണിമാങ്ങയാണ്, പക്ഷെ ഇതൊക്കെ ഉപ്പും കൂട്ടി തിന്നണം എൻ്റെ സാറേ. അപ്പൊ കൂടുതൽ ഒരു വലിയ മാങ്ങ ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. പിച്ചി കൊണ്ട് വന്ന എന്തിനാണെന്നറിയാം, വേറെ ഒന്നും നോക്കില്ല, കുറച്ച് ചൂരിയിരിപ്പുണ്ടായിരുന്നു. സാധാരണ മുളകാണ് വെക്കുന്നത്, ഇന്ന് തേങ്ങ അരച്ചു മുളകിട്ടു വെച്ചു, അത്രേ ഉള്ളൂ. കുക്കിങ്ങിലൊന്നും ഞാൻ വലിയ എക്സ്പെർട്ടൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, കഴിഞ്ഞു പോവാം, അതല്ലേ വേണ്ടത്. മീസിപ്പോൾ തട്ടിക്കുട്ടി മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കി മാങ്ങയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെക്കാനായിട്ട്. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ഇതുപോലെ മാങ്ങ എല്ലാം വീണിട്ടുണ്ടാവും. ചിലതൊക്കെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടാവും, സ്കൂളിൽ പോയതുകൊണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ യാശുവിൻ്റെ വായിലിരുന്നത്. അപ്പോൾ ബൈ.